അതിലെ മരിച്ച ആൾക്കാരുടെ കണക്ക് ഏകദേശം നമുക്ക് 29,000 ഉണ്ട്. അൺട്രേസബിൾ ആയിട്ട് 4,500 ഉണ്ട്. ഷിഫ്റ്റഡ്, അതായത് ഇവിടെ ജോലി ചെയ്യുന്ന മാക്സിമം ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർ ഏകദേശം 20,000 ആൾക്കാരുണ്ട്. ഓൾറെഡി എൻറോൾ ആയിട്ടുള്ളത് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുള്ള ഒരു 3,800 ഓൾറെഡി നിലവിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 55,000 ആൾക്കാർ നമ്മുടെ ലിസ്റ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിക്കും. പക്ഷേ നമ്മൾ ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു ബൂത്ത് ലെവലിൽ ഇങ്ങനെ ഒരു ഡേറ്റ ഉണ്ട്. എത്ര ആൾക്കാർ തിരിച്ച് കൊടുത്തു, എത്ര ആൾക്കാർ ഷിഫ്റ്റ് ചെയ്തു, എത്ര ഡെത്ത് ആയി എന്നുള്ളത് ബൂത്ത് ലെവൽ ഓഫീസറുടെയൊക്കെ കണക്കുണ്ട്. നമ്മുടെ എല്ലാ അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടീസോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ ബൂത്ത് ലെവൽ ഏജന്റ്, ബൂത്ത് ലെവൽ ഓഫീസറോട് ഒരു മീറ്റിംഗ് എടുക്കണം. ആ മീറ്റിംഗ് എടുത്തിട്ട് ഈ കണക്ക് മൊത്തം അവരുടെ സാന്നിധ്യത്തിൽ അവർ വെരിഫൈ ചെയ്യണം. ഇത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടോ, ഷിഫ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അവർ കൂടി ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തിയിട്ട് ആ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് തിരിച്ചയക്കണം എന്നുള്ള ഒരു കമ്മീഷനുടെ ഡയറക്ഷൻ ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം എല്ലാ ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ചിട്ടുമുണ്ട്. സോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനാണ് നമ്മുടെ ഒരു നിർദ്ദേശം ബൂത്ത് ലെവൽ ഓഫീസേഴ്സുക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഒരു എക്സസൈസിൽ ഒരു സാനിറ്റൈസേഷൻ എടുക്കാൻ പോകുന്നത്. അതായത് ഇത് കൃത്യമായിട്ടുള്ള കണക്കാണോ ഇല്ലയോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ബൂത്ത് ലെവൽ ഏജൻസിയുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും. അതാണ് SBLOമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. കർശന നടപടി എടുക്കുമെന്ന് പറയുന്നു. പിന്നെ ആ ജോലി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. ആ സമയത്ത് രത്തൻ കേൽക്കർ അതിൽ മറുപടി നൽകും എന്ന് പ്രതീക്ഷിക്കാം.